തല്ലുമാല, ഇതിഹാസ, മുണ്ണാങ്കട്ടയും കരിയിലയും, കായംകുളം കൊച്ചുണ്ണി, ഇഷ്ക് തുടങ്ങിയ സിനിമകളിലൂടെ ശ്രദ്ധേയനായ ഷൈൻ ടോം ചാക്കോ, മഞ്ഞുമൽ ബോയ്സ്, കുംബ്ലങ്ങി നൈറ്റ്സ് തുടങ്ങിയ സിനിമകളിലൂടെ പ്രശസ്തനായ നടൻ ശ്രീനാഥ് ബാസി, അനുരാഗ കരിക്കൻവെള്ള, ഉണ്ട, ഈ അടുത്ത ദിവസങ്ങളിൽ റിലീസായ ആലപ്പുഴ ജിംഖാന തുടങ്ങിയ സിനിമകൾ സംവിധാനം ചെയ്ത ഖാലിദ് റഹ്മാൻ, ഇങ്ങനെ പറഞ്ഞു തുടങ്ങിയാൽ മോളിവുഡിലും ടോളിവുഡിലും ബോളിവുഡിലും ഒളിഞ്ഞും തെളിഞ്ഞും ലഹരി ഉപയോഗിച്ചുകൊണ്ടിരിക്കെ തന്നെ ഒട്ടേറെ നല്ല കലാസൃഷ്ടികൾ സമൂഹത്തിന് സംഭാവന ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തിത്വങ്ങളെ നമുക്ക് കണ്ടെത്താനാകും. ഇവർ ജീവിതം കൊണ്ട് അറിഞ്ഞോ അറിയാതെയോ അടുത്ത തലമുറയ്ക്ക് കൊടുക്കുന്ന പ്രധാനപ്പെട്ട ഒരു സന്ദേശം എന്നത് കലയ്ക്ക് ലഹരി പ്രശ്നമല്ലെന്നോ അല്ലെങ്കിൽ ആവശ്യമാണെന്നോ ഒരുപക്ഷെ അനിവാര്യമാണെന്നോ ഉള്ള സന്ദേശമാണ്. ഒട്ടുമിക്ക ലഹരി പദാർത്ഥങ്ങളും തലച്ചോറിനെ ഉദ്ദീപിപ്പിക്കുന്നതായതുകൊണ്ട് തുടക്കത്തിൽ കോൺസെൻട്രേഷൻ, ക്രിയേറ്റിവിറ്റി, എനർജി ലെവൽ വർദ്ധിപ്പിക്കുന്ന അനുഭവങ്ങൾ ഉണ്ടായേക്കാം. എന്നാൽ ഇത്തരമുള്ള ക്രിയാത്മകതകൾ അധികം നാൾ നിലനിൽക്കില്ല. ഇത് കാർബൈഡ് ഉപയോഗിച്ച് മാമ്പഴം പഠിപ്പിക്കുന്നത് പോലെയോ അല്ലെങ്കിൽ ഫസ്റ്റ് ഗിയറിൽ ഇട്ടിരിക്കുന്ന ഒരു വണ്ടി കയറ്റം കയറാൻ ഫുൾ ആക്സിലറേറ്റർ കൊടുത്ത് ഹൈ RPM ഓടിക്കുന്നത് പോലെയുമാണ്. താൽക്കാലികമായി ഫലമുണ്ടെങ്കിലും നിരന്തരം ഇത്തരം പ്രവൃത്തികൾ തുടർന്നാൽ ചേതനവും അചേതനവുമായിട്ടുള്ള ഏതു വസ്തുവിൻ്റെയും അകാല നിര്യാണത്തിലാണ് ഇത് കൊണ്ടുചെന്നെത്തിക്കുക. മഹാനായ ഐൻസ്റ്റീൻ പോലും അദ്ദേഹത്തിൻ്റെ തലച്ചോറിൻ്റെ ചെറിയൊരു അംശം മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ എന്നാണ് പറയപ്പെടുക. വെറും ഒരു കലാസൃഷ്ടി ചെയ്ത് കമ്പിത്തിരി പൂത്തിരി പോലെ നേരത്തെ എരിഞ്ഞടങ്ങി ശിഷ്ടകാലം മുഴുവൻ ഉപയോഗശൂന്യമായി ഏതെങ്കിലും മാനസികാരോഗ്യ പുനരധിവാസ കേന്ദ്രത്തിൽ കഴിച്ചുകൂട്ടാൻ വിധിക്കപ്പെട്ടവരല്ല നമ്മൾ. ജനനം മുതൽ മരണത്തിൻ്റെ അവസാന നിമിഷം വരെ സമൂഹത്തിനും കുടുംബത്തിനും ക്രിയാത്മകമായി സംഭാവന ചെയ്യാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മളെല്ലാവരും. കള്ള്, കഞ്ചാവ്, കാജാ ബീഡി, MDMA തുടങ്ങിയ ലഹരി പദാർത്ഥങ്ങൾ കലയെ പ്രോത്സാഹിപ്പിക്കുമെന്ന മിഥ്യാധാരണ ഉണ്ടാക്കുമെങ്കിലും അത് നിങ്ങളുടെ കലാവാസനയെ വളരെ നേരത്തെ തന്നെ കൊന്ന് കുഴിച്ചു മൂടാനാണ് ഉപകരിക്കുക.